ഹലോ ഗായ്സ്. ഹലോ ഗായ്സ്. അപ്പം ഇന്ന് ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ വീട്ടിൽ. എല്ലാവരും പണിക്ക് പോയി. ഞങ്ങൾ മാത്രമേ ഉള്ളൂ. മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പുറത്ത് നല്ല മഴയാണ്. ഞങ്ങളപ്പോൾ സിറ്റ് ഔട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു പാട്ട് പാടി കൊടുത്താ. ഇതെന്ത് പാട്ടാന്ന് അവൾക്ക് തന്നെ അറിയുള്ളൂ, നമുക്കറിയില്ല. കാക്കേ കാക്കേ കൂടവിടെയാണ് തോന്നുന്നു കേട്ടോ പാടുന്നത്. അപ്പൊ ഇന്ന് അച്ഛനും പണിയുണ്ടായിരുന്നില്ല. അപ്പം അച്ഛൻ പണിയില്ല പറഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ കൂണും കൊണ്ടാട്ടാ വന്നത്. അപ്പം എന്നാ കൂൺ കറി വെക്കാൻ വിചാരിച്ചു. അപ്പം നല്ല മഴയാണ്. കൂൺ കറി വെക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പം ഇന്ന് കൂണ് കണ്ടാലോ. എന്താണ്ടോ കൂണ് വേണ്ടിയിട്ടുണ്ട്. ഇതിൽ നിറയെ കൂണാണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. കാണിച്ചു തരാം കേട്ടോ വൃത്തിയാക്കി എടുക്കണത്. എന്നിട്ട് നമുക്ക് ഇന്നത്തെ സ്പെഷ്യല് കൂൺ കറിയാണ്. അപ്പോൾ നമുക്കിനി കൂണിനെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. ഞാനെന്താ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ മോള് ഇടയ്ക്ക് വന്നിട്ട് കലപ്പില പറയാനുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ പറയണമെന്ന് അതിൽ കേൾക്കുന്നില്ല. അതുകൊണ്ടാട്ടോ വോയിസ് ചെയ്യണത്. അപ്പോൾ കൂണൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. നിങ്ങളുടെ അവിടേക്ക് കൂണ് കിട്ടുന്നുണ്ടോ? ഈ കൊല്ലത്തെ ആദ്യത്തെ കൂൺ കറിയാണ് കേട്ടോ. ഒട്ടുമിക്ക ആൾക്കാർക്കും കൂൺ കറി ഭയങ്കര ഇഷ്ടമായിരിക്കും. ഭൂരിഭാഗം പേർക്കും ഇഷ്ടമായിരിക്കും കേട്ടോ. കുറച്ച് പേരെ കൂട്ടാത്തുള്ളൂ ഉണ്ടാവുള്ളൂ. ഞങ്ങളുടെ വീട്ടിലിവിടെ എല്ലാവരും കൂട്ടും. അതുകൊണ്ട് ഞങ്ങൾക്ക് അത്യാവശ്യം കൂണ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നല്ല മസാലയൊക്കെ ഇട്ട് നല്ലൊരു റോസ്റ്റ് പോലെ ആക്കി എടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അമ്മ വന്നിട്ട് അമ്മ ഉണ്ടാക്കി തരും. അപ്പോൾ അമ്മ വരുമ്പോഴേക്കും ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാൻ വിചാരിച്ചു. ചില കൂണിൽ മാത്രം പുഴു ഉണ്ടായിരുന്നു. ചിലതിൽ മാത്രം കേട്ടോ. ഞാൻ മുഴുവനായിട്ട് നേരാക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല. പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ചില കൂണിൽ പുഴു ഉണ്ടായിരുന്നു. അപ്പോൾ കേടുള്ളതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ബാക്കി നല്ലതൊക്കെ എടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ കുതിർത്ത് വെച്ചു. അതൊരു 2-3-4 പ്രാവശ്യം നല്ലതുപോലെ കഴുകി. കാരണം അതിൽ മണ്ണുണ്ടാവും. മണ്ണൊക്കെ കളഞ്ഞ് കഴുകി എടുത്തു കേട്ടോ. അതിൻ്റെ ഇടയിൽ എൻ്റെ അമ്പുക്കുട്ടി ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ഞാൻ അമ്മനെ സഹായിക്കണോ എന്ന് ചോദിച്ചിട്ട് വരുന്നുണ്ട്. എന്നിട്ട് അതിന് എടുത്തിട്ട് പോകണമൊക്കെ ഉണ്ട് കേട്ടോ. അവളാണെങ്കിൽ അത് തൊടുമ്പോഴേക്ക് അതങ്ങോട്ട് എന്താ പറയുക, അതിൻ്റെ ഇതൾ അങ്ങോട്ട് വിട്ടുപോരുമായിരുന്നു. കാരണം അത് നല്ലോണം വിരിഞ്ഞു പോയി. അപ്പം നമ്മൾ സൂക്ഷിച്ചത് എടുത്തിട്ടില്ലെങ്കിൽ അത് അങ്ങനെ എന്താ പറയുക, ചതഞ്ഞു പോകും. അപ്പം അവളാണെങ്കിൽ ഇതിൽ വന്നിട്ട് ഇങ്ങനെ ഓരോ വിക്രസുകൾ ഒപ്പിക്കുകയായിരുന്നു. അപ്പം ഞാനെന്നാ ചെറിയ ആൾ ഉറങ്ങുകയാണ്. അപ്പോൾ വേഗം ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ എൻ്റെ ചെറിയ ആൾ എണീറ്റുന്നു കേട്ടോ. അപ്പോൾ കൂൺ നേരാക്കുന്നത് അവിടെ വെച്ചിട്ട് ഞാനിവിടെ ചെറിയ ആളിനെ എടുക്കാൻ വന്നു. അപ്പം ഇനി കുറച്ച് നേരം ഇപ്പോൾ ഇവളുമായിട്ടൊന്ന് ഇവളുടെ ഉറക്കക്ഷീണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. ഉറക്കക്ഷീണമൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ട് ഇനി വീണ്ടും കൂണ് നേരാക്കാൻ പോകണം. അപ്പം ഇനി കൂണ് നമുക്കൊന്ന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചതാണ്, അതാണ് ഇതിൻ്റെ കളറ് മഞ്ഞ കളർ കേട്ടോ. അപ്പം ഇനി ഇത് മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം.
വേവിച്ചെടുക്കല്ല, അതിൻ്റെ ആ കട്ടില്ലേ, ഇതിനൊരു കട്ടുണ്ട്, വിഷാംശം ഉണ്ടെങ്കിൽ അത് പോവാൻ വേണ്ടിയിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കും. അപ്പോൾ നമുക്കിന്ന് മഞ്ഞൾപ്പൊടി ഇട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം അങ്ങോട്ട് ഊറ്റിക്കളയും. എന്നിട്ട് വീണ്ടും വേവിക്കുക ചെയ്യാം കേട്ടോ. പിന്നെ വേവിക്കാനൊന്നും ചൂട് തട്ടിച്ചെടുക്കും. അതിൻ്റെ ആ കട്ടൊന്ന് പോയി കഴിഞ്ഞാൽ തന്നെ ഇത് വീണ്ടും ഉപയോഗിക്കാം, കുഴപ്പമില്ല. അപ്പോൾ അമ്മ വന്നിട്ട് ഏകദേശമൊക്കെ മസാലകളൊക്കെ ചേർത്ത് ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി ചിക്കൻ വെക്കുന്ന പോലെ തന്നെ, ചിക്കൻ വരട്ടിയെടുക്കണ പോലെ തന്നെ കൂണും വരട്ടിയെടുക്കുകയാണ്. അതേപോലെ അമ്മ ഉണ്ടാക്കണത്. അപ്പോൾ ഞാൻ വരുമ്പോഴേക്കും അമ്മ ഏകദേശമൊക്കെ റെഡിയാക്കി എടുത്തിരുന്നു. ഇപ്പോൾ കണ്ടത് നല്ലതുപോലെ വരട്ടി എടുത്തിട്ടുണ്ട്. ഇതിന് കളറ് കണ്ടോ, അത്യാവശ്യം എരിവുണ്ട്, നല്ല എരിവില്ല, കുഴപ്പമില്ല, നമുക്ക് കഴിക്കാൻ പറ്റും, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ കൂൺകറി നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ? ഇങ്ങനെ കൂണ് നിങ്ങൾ പല രീതിയിൽ കൂൺ കറി വയ്ക്കും. ഇതുപോലെ റോസ്റ്റാക്കി എടുക്കും, അതല്ലെങ്കിൽ ഇങ്ങനെ കറിയാക്കിയിട്ട് എടുക്കും, വറുത്തരച്ച് വയ്ക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ ഞങ്ങളുടെ ചാനൽ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.